ശോഭ ചതിച്ചു. അനീഷിന് കോയിൻ കൊടുത്തില്ല. അനീഷ് പിണങ്ങി. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വെളുപ്പിനെ വരെ ഒരു 3-3:30 വരെ അനീഷിന്റെ സമരത്തിലായിരുന്നു. വേറൊന്നുമല്ല, അവിടെ ഇന്നലെ ടാസ്കിൽ നല്ല രീതിയിൽ ടാസ്ക് കളിച്ചത് അനീഷാണ്. അനീഷിന് ശോഭ ഒരു ഫണ്ണായിട്ടൊക്കെ ജിസേലിനെ കൊണ്ട് പെണ്ണുങ്ങളുടെ വേഷമൊക്കെ കെട്ടിച്ച് അനീഷ് അവിടെ നല്ലപോലെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നീട്ടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ശോഭ അനീഷിന് കോയിൻ കൊടുത്തില്ല. ഷാനവാസിനൊക്കെ കൊടുത്ത പിന്നെ അനീഷിന് കൊടുക്കാത്തതിന് അനീഷിന് ഭയങ്കര വിഷമം തോന്നി. അനീഷ് അവിടെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആരും ഇതൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഫുഡൊന്നും കഴിക്കാതെയായി. പിന്നെ പുള്ളിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഷിയാസ് വന്ന് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഷിയാസ് വന്നിട്ട് പറഞ്ഞപ്പോൾ ഫുഡ് പോയി കഴിക്കാൻ പുള്ളി റെഡി. ഫുഡ് പോയി കഴിച്ച് പിന്നെയും പുള്ളി അവിടെ പോയി ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ശോഭ വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല, ഒരു ഫണ്ണായിട്ട് ചെയ്ത എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെ ശോഭ കരയുകയൊക്കെ ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തതല്ല. പിന്നെ അവർ ഓക്കെ ശരി ഒക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞു. അതൊന്നും ആലോചിക്കാം. 3 മണി വരെ വെളുപ്പിനെ ഫുഡ് പോലും കഴിക്കാൻ ഈ മനുഷ്യരവിടെ ഇരിക്കുകയാണ്. നിശ്ചയദാർഢ്യം, നിലപാട് ഈ ഒരു കാര്യത്തിൽ അനീഷ് കഴിഞ്ഞത് മറ്റു മത്സരാർത്ഥികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഫുഡൊക്കെ പോയി കഴിക്കും നമ്മൾ കണ്ടു. പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ബിഗ് ബോസ് അല്ല, ആര് പറഞ്ഞാലും പുള്ളിയെ കേൾക്കത്തില്ല. പുള്ളിക്ക് ആ ഒരു നിശ്ചിതാർത്ഥ്യവും പുള്ളി ആ ഗെയിമിനോടുള്ള ആ ആത്മാർത്ഥതയൊക്കെ കാരണം പുള്ളിയാണല്ലോ അവിടെ തന്നെ ഇരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വെളുപ്പിനെ 3 മണി 3:30 വരെ ഫുഡ് പോലും കഴിക്കാതെ ഈ മനുഷ്യൻ ഒന്നും കഴിക്കാതെ ടാസ്ക് പോലും ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് അവിടെ ഇരിക്കും. ഒരേ നിലപാടിൽ കുത്തിയിരിക്കുകയാണ്. അവസാനം ഷിയാസ് വന്ന് ഇത് ചെയ്തപ്പോഴാണ് പുള്ളി ഫുഡ് കഴിക്കാൻ റെഡിയായത്. എന്നിട്ട് ശോഭ പിന്നെ സങ്കടം വന്ന് ശോഭയ്ക്കും വിഷമായി. ശോഭ പിന്നെ കരയുകയൊക്കെ ചെയ്തു. പിന്നെ പുള്ളി എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തു. എന്നിട്ടാണ് പുള്ളി ഫുഡ് കഴിക്കാൻ റെഡിയായത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്രയും നിശ്ചിതമായിട്ടുള്ള ഇത്രയും പറഞ്ഞ വാക്കിന് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ആദ്യമായിട്ടാണ്. ഇപ്പൊ ചില ആളുകൾ പറയും നിങ്ങൾ അനീഷിന്റെ PR ആണോ എന്ന്. പക്ഷെ PR ആണോ എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ഒന്ന് ആലോചിച്ചേ. അപ്പൊ അത് ശോഭ ഇത് ഫണ്ണിയായിട്ട് ചെയ്തതാണേലും അനീഷിനത് കൊണ്ടു. പക്ഷെ അനീഷാണ് അവിടെ നല്ലപോലെ ടാസ്ക് ചെയ്ത്. എന്നിട്ട് ടാസ്ക് ചെയ്ത ആൾക്ക് കോയിനൊന്നും കൊടുത്തില്ല. ലക്ഷ്മിക്ക് ആദ്യമൊക്കെ അനീഷിന് കോയിൻ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ശോഭ പറഞ്ഞ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കോയിനൊന്നും അനീഷിന് ഭയങ്കരമായിട്ട് ഇത്രയും ചെയ്തിട്ട് നല്ലപോലെ ചെയ്തിട്ട് മറ്റുള്ളവർക്കെല്ലാം കോയിൻ കൊടുക്കും. അനീഷിനത് വല്ലാത്തൊരു ഇതായിപ്പോയി. അത് അനീഷിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കരമായിട്ട് അനീഷ് അവിടെ പുള്ളിയുടെ ആ ഒരു ഇത് പുള്ളിയോടെ കാണിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കൊച്ചിലൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.